നമസ്കാരം. ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വേദഗ്രന്ഥങ്ങളിലൊക്കെയും പരാമർശിക്കുന്നത് പോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തെ വളരെയേറെ പ്രാധാന്യത്തോடு തന്നെയാണ് കണക്കാക്കി പോരുന്നത്. പുലർച്ചെ ഒരു 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം, അതായത് ഒരു ദിവസത്തിലെ ഏറ്റവും ശാന്തമായ സമയം ഏതെന്ന് ചോദിച്ചാൽ ബ്രഹ്മമുഹൂർത്തം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വെളുപ്പിന് 3-നും 5-നും ഇടയിലുള്ള ഈ സമയം പ്രകൃതിയുടെ ഊർജം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുകയും അത് മനസ്സിനെ പൂർണ്ണമായും ശാന്തതയിലേക്ക് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സമയത്തിന് വളരെയേറെ പവിത്രതയേറിയ അല്ലെങ്കിൽ പ്രാധാന്യമേറിയ സമയം എന്ന് പറയാനായി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു സമയം, അതായത് ബ്രഹ്മമുഹൂർത്തമായ 3-നും 5-നും ഇടയിലുള്ള സമയം ധ്യാനം, യോഗ അല്ലെങ്കിൽ പ്രത്യേക ആരാധന ഇതിനൊക്കെ വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. കാരണം അത്രത്തോളം ശുഭകരമായ ഒരു പോസിറ്റീവ് ഊർജം, ഒരു എനർജി ആ ഒരു പ്രകൃതിയിൽ തങ്ങി നിൽക്കുകയും അതോടൊപ്പം തന്നെ ആ യോഗ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന വളരെയധികം ശുഭകരമായ സമയത്തിനെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അക്ഷയമുഹൂർത്തം എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു വ്യക്തി ഉണർന്ന് ആ ദിവസത്തിൻ്റെതായ എന്തൊക്കെ കർമ്മങ്ങളാണോ അല്ലെങ്കിൽ പ്രക്രിയകളാണോ ഉള്ളത് അതിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഊർജം വന്നു ചേരുന്നതാണ്. മനസ്സിനൊരു മെച്ചപ്പെട്ട ഊർജം, ഒരു പോസിറ്റീവ് ഊർജം എത്തിച്ചേരുന്നതായിരിക്കും. ആ ഒരു ഊർജം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സമയങ്ങൾ ഒരു ദിവസം പൂർണ്ണമായി ആ വ്യക്തിക്ക് ഉല്ലാസത്തോടെയും ഉന്മേഷത്തോടെയും ഇരിക്കുവാൻ സാധിക്കും. അതുകൂടാതെ ദൈവികത കൂടി വന്നു ചേരുന്നതാണ്, ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം, ബ്രഹ്മമുഹൂർത്ത സമയം, നമ്മൾ മനസ്സുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ധ്യാനമൊക്കെ ശീലിക്കുക, യോഗയൊക്കെ ചെയ്യുന്നത് വളരെയധികം നമ്മളെ മനസ്സിൽ നിലനിൽക്കുന്നതായിട്ടുള്ള എന്തൊക്കെ ആശയക്കുഴപ്പങ്ങൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ മാറി മനസ്സിനെ പോസിറ്റീവാക്കാൻ സാധിക്കും. മനസ്സ് പോസിറ്റീവായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രതിഫലനം നമ്മുടെ ശരീരത്തിലേക്കും എത്തിച്ചേരും. ശരീരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അന്യമായിട്ടുള്ള എന്തെല്ലാം രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ അതിൽ നിന്നൊക്കെ ഒരു മോചനം നമ്മൾക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ അത്രത്തോളം പവിത്രതയേറിയ അല്ലെങ്കിൽ പ്രാധാന്യമേറിയ ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രഹ്മമുഹൂർത്തം, അതായത് 3-നും 5-നും ഇടയിലുള്ള സമയമാണ്. ആ സമയത്ത് ഉണരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇപ്പോൾ ഉണർന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും ഇനി നിങ്ങൾക്ക് തുടർന്നിത് കൊണ്ടുപോകണം, അപ്പോൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊന്ന് തുടങ്ങിയാലോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വേണ്ടി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് ഈ ബ്രഹ്മമുഹൂർത്ത സമയം 3-നും 5-നും ഇടയിലുള്ള സമയം നിങ്ങൾ ഉണരുകയാണെങ്കിൽ ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. അതുകൂടി നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ അതുവഴി നിങ്ങളിലേക്ക് എത്തുന്ന ഊർജം വളരെ വലുതായിരിക്കും. എങ്ങനെയെന്നാൽ ആ ഒരു ദിവസം പൂർണ്ണമായി നിങ്ങൾ പോസിറ്റീവായി നിൽക്കുന്നതിലൂടെ നിങ്ങൾ ഏർപ്പെടുന്ന എന്ത് പ്രവൃത്തിയാണെങ്കിലും ആ പ്രവൃത്തിയിലും പോസിറ്റിവിറ്റി, ദൈവാധീനം, ഈശ്വര ചൈതന്യം എന്നിവ ഉണ്ടാകുന്നതിനും സഹായകമാകും. അപ്പോൾ ജീവിതത്തിൽ തന്നെ പോസിറ്റീവായ ഒരു ചുറ്റുപാടിലും അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു നിലയിൽ നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത് പ്രതിഫലിക്കുകയും അതിൻ്റെ ഫലമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ വരെ ഈ പോസിറ്റിവിറ്റി നിമിത്തം മാറ്റിയെടുക്കാനായി സാധിക്കും. കാരണം പോസിറ്റീവായ ഒരു അന്തരീക്ഷത്തിൽ, ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ, ഇവിടെയൊക്കെയാണ് ദൈവാധീനം വന്നു ചേരുന്നത്. പോസിറ്റീവായ ഒരു ഗൃഹത്തിൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരൂ. പോസിറ്റീവായ ഒരു വ്യക്തിയിൽ മാത്രമേ ദൈവാധീനം പെട്ടെന്ന് എത്തിച്ചേരുകയുള്ളൂ. ആ വ്യക്തി ദൈവാധീനത്തോടു കൂടി ഇരിക്കുകയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ ചെന്ന് നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ ഫലം കാണുകയും ചെയ്യും. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ അത്രത്തോളം പവിത്രതയേറിയ സമയമാണ്. ഈ ഒരു സമയം നമ്മൾ എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇരട്ടി ഫലമായി വന്നു ചേരും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട്, വിദ്യാർത്ഥികൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കുകയാണെങ്കിൽ അത് മെമ്മറിയിൽ അവർക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും, അത് വളരെയധികം ഫലം ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അതായത് ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഇനി ഇത് കേട്ടതിന് ശേഷം എണീക്കാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം ചെയ്യേണ്ടതായ ചില പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ആ കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ജ്യോതിഷപരമായി പറയുമ്പോൾ ബ്രഹ്മമുഹൂർത്തം വളരെയധികം അനുകൂലമായ ഒരു സമയമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവ് വന്നു ചേരുന്നതിന് വേണ്ടി. അതിനായി നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കമുണർന്നതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൈപ്പത്തികളിലേക്ക് നോക്കുക എന്നതാണ്.
കാരണം എന്തെന്നാൽ 3 ദേവന്മാരും കൈപ്പത്തിയിൽ വസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഉറക്കമുണർന്ന ശേഷം കൈപ്പത്തിയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെയധികം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. അതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി വന്നു ചേരുകയും അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം ഇതൊക്കെ നിറയുന്നതിന് സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദാരിദ്ര്യങ്ങളുണ്ടോ, എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ അതൊക്കെ മാറണം, അതിനൊക്കെ ഒരു അറുതി വരണമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായാലേ മതിയാവുകയുള്ളൂ. അപ്പോൾ പൂർണ്ണമായ ഒരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുകയും നമ്മുടെ ഗൃഹത്തിൽ തങ്ങി നിൽക്കുന്നതായ അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയിൽ തങ്ങി നിൽക്കുന്നതായ എല്ലാവിധ നെഗറ്റീവ് ഊർജ്ജങ്ങളെയും പുറന്തള്ളുവാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ പതിയെ നമ്മളൊരു ശീലമാക്കി ഇതെടുക്കുക. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നതിലൂടെ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടതും കാര്യം ഇതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ, ഈ ഒരു ചിട്ടകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ആ എഴുന്നേൽക്കുന്നതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ കൂടി നമ്മളിലേക്ക് എത്തുകയുള്ളൂ. ഇനി അടുത്തതായി 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മന്ത്രജപമാണ്. ഏത് മന്ത്രമാണ് ജപിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മളിങ്ങനെ എഴുന്നേറ്റ് അതിനുശേഷം നമ്മുടെ കൈപ്പത്തികളിലേക്ക് നോക്കി അതിനുശേഷം നമ്മൾ ഗായത്രി മന്ത്രമാണ് ജപിക്കേണ്ടത്. ഏവർക്കും അറിയുന്നതാണല്ലോ, ഓം ഭൂർഭുവസ്വഹ എന്ന് തുടങ്ങുന്നതായ ഗായത്രി മന്ത്രമാണ് അതിനുശേഷം ജപിക്കേണ്ടത്. ശേഷം ഭഗവാൻ ശിവനെ സ്മരിക്കുക. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഇത് മനസ്സിനെ നമ്മളൊരു പരിശീലനം നടത്തുകയാണ്, നമ്മളെ മനസ്സിനെ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന്. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് ചെറിയ ചെറിയ ടെൻഷനുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ ആകെ മനസ്സുകൊണ്ട് തളരുന്നവരും ശാരീരികമായും തളരുന്ന ആളുകളാണ് ഭൂരിഭാഗം. കുട്ടികളാണെങ്കിൽ പോലും ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും മാനസികമായി വിഷമിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലമുറയുള്ളപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകമായും ഇങ്ങനെ ഈ യോഗകൾ അല്ലെങ്കിൽ ധ്യാനങ്ങൾ, അതേപോലെ ബ്രഹ്മമുഹൂർത്തത്തിലുള്ള ഉറക്കം, എഴുന്നേൽക്കൽ ഇതൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ സാധിക്കും എന്നതിലുപരി മനസ്സിനെ കട്ടി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് ദൃഢമാക്കാൻ, ഒന്ന് സ്ട്രോങ് ആക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നടത്തുന്ന മന്ത്രജപങ്ങൾ ഭഗവാനിലേക്ക് നേരിട്ട് എത്തിച്ചേരുന്നതാണ്. മറ്റുള്ള സമയങ്ങളിലേതുപോലെയല്ല. ഇതെന്ന് പറഞ്ഞാൽ പ്രകൃതി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമാണ്, പ്രകൃതി ആ സമയത്ത് വളരെയധികം ജാഗരൂകമായി നിൽക്കുന്ന ഒരു സമയമാണ്. വളരെ പോസിറ്റീവായി നമ്മളുടെ വിഷമങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പ്രകൃതിയും നമ്മളോടൊപ്പം നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഭഗവാനിലേക്ക് പ്രകൃതി തന്നെ നേരിട്ട് എത്തിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന നേരിട്ട് തന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നതാണ്. എല്ലാവരും ഈ ഒരു സമയങ്ങളിൽ ഉറക്കമുണർന്ന് എഴുന്നേൽറ്റ് ഇരിക്കുകയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നതിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് മാറ്റം ഉണ്ടാകും. അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ ഭഗവാനിലേക്ക് വേഗത്തിൽ എത്തിച്ചേർക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അനുഗ്രഹം കൂടുതലേക്ക് നമ്മളിലേക്ക് വന്നു ചേർന്നതിന് സഹായിക്കും. നിലവിൽ ഉള്ള ശാരീരിക പ്രശ്നങ്ങൾ മാറുമെന്നത് കൂടാതെ കുടുംബത്തിൽ നിലനിൽക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളെ മാറ്റാൻ ഈ ബ്രഹ്മമുഹൂർത്തത്തിലുള്ള നമ്മൾ ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോഴിങ്ങനെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കമുണർന്നു, അതിനുശേഷം ഈ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ചെയ്യാൻ പാടുള്ളവ ഈ കാര്യങ്ങളാണ്. ഇനി ചെയ്യാൻ പാടില്ലാത്തതായ കുറച്ച് കാര്യങ്ങൾ കൂടി ജ്യോതിഷം അനുശാസിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ആർജിച്ചെടുത്ത എല്ലാം, നമ്മൾ പറയാറുണ്ട് പഠിക്കൽ വരെ വെള്ളം കോരി എടുത്തിട്ട് അവസാനം കലവിട്ടുടച്ചു എന്ന്, അതേപോലെ ആയിപ്പോവും. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉറക്കമുണർന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. അതായത് രാവിലെ എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ഒരു വിശപ്പ് വരുന്നേ ഓടിപ്പോയി ഭക്ഷണം ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ ഒരു ഓംലെറ്റ് വരെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഭക്ഷണമായാലും, ഇപ്പം വെജിറ്റേറിയൻ ആയാലും നോൺ വെജ് ആയാലും ഏതായാലും ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ഓടിപ്പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പാടുള്ളതല്ല എന്നതാണ് ഇവിടെ പറയുന്നത്. നമ്മളത് പ്രാർത്ഥനയ്ക്ക് വിനിയോഗിക്കേണ്ടതായ സമയമാണ്, അല്ലാതെ മറ്റുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകൃതമാക്കുവാനുള്ള ഒരു സമയമായിട്ട് ഇവിടെ പറയുന്നില്ല. കാരണം അത്രത്തോളം പവിത്രതയേറിയ സമയത്തെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് അതിൻ്റെ പവിത്രതയെ കളങ്കം വരുത്താൻ നമ്മൾ പാടുള്ളതല്ല. അതുകൊണ്ടാണ് പറയുന്നത് ആ ഒരു സമയം 3-നും 5-നും ഇടയിലുള്ള ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളതല്ല, അത് ഒഴിവാക്കേണ്ടതെന്നാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. കാരണം അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നത്, അല്ല രോഗങ്ങൾ വിളിച്ചു വരുത്തുവാനല്ല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഈ ഒരു തെറ്റ് ചെയ്താൽ രോഗിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു സമയം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്.
ഇനി രണ്ടാമത്തെ കാര്യം, ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ ഉണർന്നതിന് ശേഷം കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഇതിനെയൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ അതും നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജം അല്ലെങ്കിൽ ദോഷമായിരിക്കും നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി നമ്മുടെ ജീവിതത്തിൽ തന്നെ പലവിധ ബുദ്ധിമുട്ടുകൾ അന്നേ ദിവസങ്ങളിലും തുടർന്നുള്ള സമയങ്ങളിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നതിന് ശേഷം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് മനസ്സ് എത്തിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അതായത് ആരെയും മോശം വാക്കുകൾ പറയാനായിട്ട് ശ്രമിക്കരുത്, ആർക്കും മാനസിക ക്ലേശങ്ങൾ ഉണ്ടാക്കരുത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ, അതായത് ദൂരെ ഇരിക്കുന്ന ഒരാളെ പറ്റി തലേന്ന് സംഭവിച്ച കാര്യങ്ങൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ വളരെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് അവർക്ക് ദോഷം വരണേ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വരണേ, അവൻ ഇന്നലെ എന്നോട് അങ്ങനെ ചെയ്തേ എന്നൊക്കെയുള്ള പലവിധ ചിന്തകളിലൂടെ വരുമ്പോൾ അവർക്ക് ദോഷമല്ല, അത് ആരാണോ ചിന്തിക്കുന്ന ആ വ്യക്തിക്ക് തന്നെ ദോഷമായി ഭാവിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ നാളത്തെ ദിവസം മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നവരാണെങ്കിൽ ഇനി മുതൽ ഈ ഒരു ചിട്ടയോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഈ ഒരു സമയങ്ങളിൽ ഉണർന്നതിന് ശേഷം ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾ ആ ഒരു സമയത്തെ പൂർണ്ണമായും ഭക്തിക്കായി മാറ്റിവെക്കുക, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ യോഗ, ധ്യാനം, മെഡിറ്റേഷൻ എന്നിവയ്ക്കായി മാറ്റിവെക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകും, നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകും, നിങ്ങൾക്ക് ചുറ്റുപാടും സന്തോഷം നൽകും എന്നതിലുപരി നിങ്ങൾക്ക് ആരോഗ്യമായിട്ട് ഒരു ധൈര്യം, ഒരു പോസിറ്റിവിറ്റി, ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുവാനുള്ള സാധ്യത കൂടിയാണ് ഒരുക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം എത്രത്തോളം പവിത്രമായ ഒരു സമയമാണെന്ന്. അതായത് ദൈവങ്ങളൊക്കെ വളരെയധികം ഉണർന്നിരിക്കുന്ന സമയമാണ്. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുവാൻ അവർ കാതോർത്തിരിക്കുന്ന സമയമായിരിക്കും. മറ്റുള്ള സമയങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത സമയത്തിന് പവർ കൂടുതലായിരിക്കും. പ്രപഞ്ചം വരെ നമ്മുടെ കാര്യങ്ങൾക്ക്, അതായത് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രവിക്കാൻ കാതോർത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആ ഒരു വേളകളിൽ അന്യനെ ദ്രോഹിക്കുന്നതോ അന്യന് കുറ്റം വരുന്നതോ അല്ലെങ്കിൽ മറ്റൊരു ആൾക്ക് ദോഷം വരുന്നതോ ആയ പ്രവൃത്തികൾ വാക്കാലോ പ്രവർത്തിയാലോ ചെയ്യുവാൻ പാടുള്ളതല്ല എന്ന്. അപ്പോൾ ഇനി നിങ്ങളിത് ഈ ഒരു റൊട്ടീൻ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം വരും എന്നതിനുപരി നിങ്ങളുടെ ശരീരത്തിൽ നിലവിലുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഏവരും ഇതൊന്ന് ശീലിച്ച് നോക്കൂ, ഒരു മാറ്റം ഏവർക്കും ഉണ്ടാകുന്നതാണ്. നന്ദി.